Hi, Eighth. And today is a very special day for us because we are going to start our fifth chapter, data handling, so after the successful completion of our fourth chapter. So let us start this chapter with a silent prayer, and please close your eyes and please pray for a better start. Okay. And you know one thing, this chapter is very simple. And I cannot say this chapter is very simple. This chapter is simple to learn, and the first half of this chapter consists of most simple things only we can easily learn, and the last half of this chapter consists of very important concept, that is pie chart. So you may think that since it is chapter based upon some graphs and all, you may think that this chapter is going to be very simple and less serious chapter. No, not like that. It is simple, but you have to give much seriousness because as I mentioned, the last half of this chapter consists of many important concepts like pie chart and all. So without wasting much time, let me start the chapter, that is practical data handling. Okay. ഈ ചാപ്റ്റർ ഡാറ്റ ഹാൻഡ്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മളെ ഡാറ്റ, നമുക്ക് കുറച്ച് ഡാറ്റ റിയൽ ലൈഫിൽ എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാഫിൻ്റെ മെച്ചം, എന്തുകൊണ്ടാണ് ഗ്രാഫിനെ നമ്മൾ റിയൽ ലൈഫിൽ ആശ്രയിക്കുന്നത് പല കാര്യങ്ങൾക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ എന്താണ് പറയുക, പല കാര്യങ്ങൾക്കും ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൊറോണ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, എങ്കിലും നമ്മൾ ചുമ്മാ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഡേയ്സ് അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മന്ത് അടയാളപ്പെടുത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജൂൺ മുതലാണെങ്കിൽ, അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മുതലൊക്കെ ഞാൻ എഴുതാൻ പോവാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, ഇതാണ് മന്ത്സ്. ഓക്കെ, ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണ് പറയുക, നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ്. ഓക്കെ, നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസും ഇവിടെ മന്ത്സും എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ജസ്റ്റ് ഇൻട്രഡക്ടറി. ഇത് നോട്ട്ബുക്കിൽ എഴുതേണ്ട കാര്യമില്ല. മാസവും നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസും ഞാനിവിടെ ഒരു ഞാനിവിടെ 500 വെച്ചെടുക്കുന്നു. 500, 1000, 1500. അല്ലെങ്കിൽ നമുക്കത് ഫെയർ ആയിട്ട് തന്നെ ചെയ്യാം. നല്ലൊരു കോൺസെപ്റ്റാണ്. ഞാനൊരു ചെറിയൊരു ഇൻട്രഡക്ടറി ആയിട്ട് നമുക്കത് തന്നെ ചെയ്യാം, ആ ഒരു വർക്ക് തന്നെ ചെയ്യാം. നിങ്ങൾ യു മസ്റ്റ് റൈറ്റ് ദിസ് വൺ നോട്ട്ബുക്ക്, യു മസ്റ്റ് റൈറ്റ്. ഓക്കെ, അത് ഞാൻ എഴുതണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ എഴുതണം നമ്മൾ. നിങ്ങൾക്കൊരു ടേബിൾ തരുവാണ്. ഉദാഹരണത്തിന് മാസം പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ്. വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതിനെ വെച്ചിട്ട് തന്നെ നമുക്കൊരു പഠനം നടത്തി നോക്കാം. ഓക്കെ, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാത്രം എടുക്കുന്നു. ആഗസ്റ്റ്, സെപ്റ്റംബർ, ജൂൺ മുതൽ തുടങ്ങാം നമുക്ക്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, ദിസ് ഈസ് ഒക്ടോബർ. അപ്പം ഇങ്ങനെ ചുമ്മാ ഞാനൊരു കണക്ക് കൂട്ടലാണ്. സോറി, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ മാസങ്ങളാണല്ലോ എടുത്തത്. ഈ മാസങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ദിവസങ്ങൾ എടുക്കാം, കാരണം മാസത്തിലെ ടോട്ടൽ കണക്കുകൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കിട്ടല്. അപ്പോൾ ദിവസങ്ങൾ എടുക്കാം. ഉദാഹരണത്തിന് ഞാൻ ഈ വീക്കിലെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ വീക്കിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ ജസ്റ്റ് എടുക്കുകയാണ്. മൺഡേ, ട്യൂസ്ഡേ, ഡേറ്റ് ഒന്നും വേണ്ട, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, അങ്ങനെ എടുക്കുന്നു. മാസത്തിന് പകരം ഡേയ്സ് ആക്കുന്നു, കാരണം ഓരോ ദിവസത്തെ കോവിഡ് പേഷ്യൻസിൻ്റെ എണ്ണമാണല്ലോ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ഡേയ്സ് ആൻഡ് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ്. ഡേയ്സ് എടുക്കുന്നു മന്തിന് പകരം കേട്ടോ. ഇതാണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. മൺഡേയിൽ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഒരു 3000 ആണെന്ന് വിചാരിക്കാം.
പിന്നെ ഒരു 3500 ട്യൂസ്ഡേ, പിന്നെ വെനസ്ഡേ ആയപ്പോൾ 4000 തേഴ്സ്ഡേ ആയപ്പോൾ 4500 ഇതുവരെ 5000 ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത് പക്ഷേ ഞാൻ 5000 എന്ന് എഴുതുന്നു. എന്തായാലും ആകുമല്ലോ. ഏകദേശം 4000 മുകളിലോട്ട് കോവിഡ് പേഷ്യൻസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൺഡേയിൽ, അത് കഴിഞ്ഞ ആഴ്ചയിലെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച 3000 ചൊവ്വാഴ്ച 3500, ഏകദേശം ഒരു കണക്കാണ്, ഇത് ഷാർപ്പല്ല. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്രാഫ്, ഇത് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ടാബുലാർ ഫോമാണ്. എന്താണ്? ഒരു ടേബിൾ രീതിയിലുള്ള ഒരു വിവരം. ഓക്കെ, ഇതിന് ഞാൻ ഈ ടേബിൾ രീതിയിലുള്ള വിവരം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്താൻ പോവുകയാണ്. ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നു? പല രീതിയിൽ ഗ്രാഫ് വരയ്ക്കാം, അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടെ നമുക്ക് ആ കോൺസെപ്റ്റ് മൊത്തം ക്ലിയർ ആവും. ഇത് നോട്ടിൽ വരയ്ക്കണം. ഓക്കെ, ഞാൻ ആദ്യത്തെ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത് ലൈൻ ഗ്രാഫാണ്. എന്ത്? ലൈൻ ഗ്രാഫ്. ഈ മുകളിൽ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് വളരെ നമുക്ക് സുപരിചിതമായിട്ടുള്ള, ഇപ്പം ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ലൈൻ ഗ്രാഫ് വരയ്ക്കാൻ തോന്നുന്നു. അപ്പോൾ ലൈൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഗ്രാഫ് വരയ്ക്കാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്യാം. ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 7th പഠിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഗ്രാഫ് പേപ്പർ അവൈലബിൾ അല്ല അറ്റ് ദ പ്രസൻറ്റ് ടൈം, ബട്ട് ഐ വിൽ അറേഞ്ച് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫ് പേപ്പർ നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നു. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഗ്രാഫ് പേപ്പർ എന്തായാലും നിങ്ങൾ സംഘടിപ്പിക്കണം. അടുത്ത ക്ലാസ്സിലോട്ട് മസ്റ്റായിട്ട് ഗ്രാഫ് പേപ്പർ സംഘടിപ്പിക്കണം. അടുത്ത ക്ലാസ് നിങ്ങൾ നോട്ട് അയക്കുമ്പം ഗ്രാഫ് പേപ്പറിൽ വരച്ച് അത് നോട്ട് ബുക്കിൽ പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടായിരിക്കണം അയക്കേണ്ടത്. ഇന്നിപ്പോൾ നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വേണ്ട, നിങ്ങളുടെ സാധാ നോട്ട്ബുക്കിൻ്റെ പേജിൽ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എന്ത് ചെയ്യുക? സ്കെയിൽ കൊണ്ട് വളരെ വൃത്തിയായി ഒരു വൈ ആക്സിസും എക്സ് ആക്സിസും വരയ്ക്കുക. ആൻഡ് ദിസ് ആക്സിസ് യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ആക്സിസ് യു ക്യാൻ മാർക്ക് ഇറ്റ് ആസ് വാട്ട്? വൈ ആക്സിസ്. എനി പ്രോബ്ലം? നോ. ആൻഡ് എന്നിട്ട് നിങ്ങൾ എക്സ് ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തുന്നത്, വൈ ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തുന്നത് തീരുമാനിക്കുക. എക്സ് ആക്സിസിൽ ഞാൻ ഡേയ്സും വൈ ആക്സിസിൽ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസുമാണ് അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓൺ എക്സ് ആക്സിസ് ഐ എം ഗോയിങ് ടു മാർക്ക് ഡേയ്സ് ആൻഡ് വൈ ആക്സിസ് ലെറ്റ് മീ മാർക്ക് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ്. ഇനി ഡേയ്സ്, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂഷ്വലി നമ്മൾ 1 cm ആണ് എടുക്കുന്നത്. കറക്റ്റ് ഇവിടെ മുതൽ ഇവിടം വരെ 1 cm. ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ കറക്റ്റ് 1 cm ഡാർക്ക് ലൈൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാഫ് പേപ്പറിൽ പ്രശ്നമില്ല. ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ മാർക്കിംഗ് കൊടുക്കുക. ആഫ്റ്റർ ഈച്ച് 1 cm you are supposed to give a marking like this. After each 1 cm take 1 cm, sharp 1 cm, and here also you can take sharp 1 cm. 1. You are supposed to use scale. I am not using scale to save time, but you are not supposed to do like this. You are supposed to use your scale, pencil, everything. Okay, ഞാൻ സമയം സേവ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ കൺസ്ട്രക്ഷനിൽ ഞാനിതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്കെയിൽ ഞാൻ ഉപയോഗിക്കില്ല, പക്ഷേ നിങ്ങൾ യു മസ്റ്റ് യൂസ് ദാറ്റ്. ഓക്കെ, ആൻഡ് ഇനി എക്സ് ആക്സിസിൽ ഡേയ്സ് ആണല്ലോ. ഏത് ഡേയ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത? മൺഡേ, ദെൻ ട്യൂസ്ഡേ, ദെൻ വെനസ്ഡേ, ദെൻ തേഴ്സ്ഡേ, ദെൻ ഫ്രൈഡേ, ദെൻ സാറ്റർഡേ എഴുതി നമ്മൾ. ഇനി ഇവിടെ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസാണ്. എങ്ങനെയാണ് കോവിഡ് പേഷ്യൻസിൻ്റെ വാല്യൂ വരുന്നത്? 3000, 3500, 4000, 4500, 5000 അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ? ഒരു 1000 വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പോകാം. നിങ്ങളിങ്ങനെ വെറുതെ എന്തെങ്കിലും വാല്യൂസ് എഴുതാൻ പാടില്ല. ഒരു നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ നിശ്ചിത പാറ്റേൺ കീപ്പ് ചെയ്തിട്ട് എഴുതാം. ഉദാഹരണത്തിന് ഞാൻ 1000 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇവിടെ ഒബ്വിയസ്ലി 0 ആയിരിക്കും ഉണ്ടാവുക. 0 to 1000 എത്ര ഡിസ്റ്റൻസ്? 1000 അല്ലേ? പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1000, അപ്പോൾ 2000, പിന്നെ 2000 ഒരു 1000, 3000, പിന്നെ 3000 അടുത്ത് ഒരു 1000 കൂടെ 4000, ദെൻ 5000, ദെൻ 6000, അങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു. നോക്കി, ഇവിടുത്തെ ഇൻ്റർവെൽ എത്രയാണ്? ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 1000. ഇനി 1000 മുതൽ 2000 വരെ ലെങ്ത് എത്രയാണ്? അതും 1000 ആണ്. 2000 മുതൽ 3000 വരെയുള്ള ലെങ്ത് എത്രയാണ്? അതും 1000 ആണ്. 3000 to 4000 എത്രയാണ് ലെങ്ത്? 1000. 4000 നിന്ന് 5000 എത്താൻ എത്ര കൂട്ടണം? 1000. 5000 നിന്ന് 6000 എത്താൻ എത്ര കൂട്ടണം? 1000. അതായത് എല്ലാത്തിൻ്റെയും ഡിഫറൻസ് 1000 ആണ്. എല്ലാത്തിൻ്റെ ഡിഫറൻറ്റും സെയിം ആയിരിക്കണം. ലൈക്ക് 5, 10, 15, 20 അല്ലെങ്കിൽ 10, 20 അങ്ങനെ. പക്ഷേ ഇവിടുത്തെ വാല്യൂ അനുസരിച്ച് 1000, 2000 എടുത്തതാണ് എളുപ്പം. അതുകൊണ്ട് പക്ഷേ ഈക്വൽ ആയിരിക്കണം ഡിഫറൻസ്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു 10 എഴുതി, നിങ്ങളിവിടെ ഒരു 30 എഴുതി, പിന്നെ നിങ്ങളിവിടെ ഒരു 40 എഴുതി, പിന്നെ ഇവിടെ ഒരു 60 എഴുതി, അങ്ങനെ ഡിഫറൻറ്റ് ഇൻ്റർവെൽസിൽ പോകാൻ പാടില്ല. ഈക്വൽ ആയിരിക്കണം. ആൻഡ് നൗ ഇറ്റ് ഈസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ്. നൗ ഇറ്റ് ഈസ് ക്ലിയർ? നോ? യെസ്. ആൻഡ് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്കെയിൽ റൈറ്റ് സൈഡിൽ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു നോ.
ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഒരു സ്കെയിൽ എഴുതണം. റൈറ്റ് മോസ്റ്റ് സൈഡിൽ ഗ്രാഫിൻ്റെ ഈ ഭാഗത്തായിട്ട് ഗ്രാഫിൻ്റെ ഈ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രാഫിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു സ്കെയിൽ എഴുതണം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ് ആക്സിസിൽ എന്താണ് നിങ്ങൾ എടുത്തത്? ഡേയ്സ് ആണ് അല്ലേ? അതിൽ പ്രത്യേകിച്ച് സ്കെയിൽ എഴുതാനില്ല, കാരണം അത് നമ്പേഴ്സ് അല്ല, ജസ്റ്റ് വേർഡ്സ് ആണ് മൺഡേ ട്യൂസ്ഡേ. അപ്പോൾ അതിൽ സ്കെയിലിൻ്റെ റോളില്ല. ഇവിടെ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ സ്കെയിലിൻ്റെ റോൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്പേഴ്സ് അല്ലാത്തതുകൊണ്ട് എക്സ് ആക്സിസിൽ നമ്മൾ സ്കെയിൽ എഴുതേണ്ട കാര്യമില്ല. പക്ഷേ വൈ ആക്സിസിൽ നമ്മൾ എന്താണ് മാർക്ക് ചെയ്തത്? നമ്പേഴ്സാണ് അല്ലേ? ഓരോ സെൻറ്റിമീറ്ററിലും, അതായത് ഒരു സെൻറ്റിമീറ്ററിൽ എത്ര ഡിഫറൻസ് ആണല്ലോ നിങ്ങൾ എടുത്തേക്കുന്നത്? 1000 യൂണിറ്റിൻ്റെ ഡിഫറൻസ് അല്ലേ നിങ്ങൾ എടുത്തേക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതാ, ഒരു സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 1000, അടുത്ത ഒരു സെൻറ്റിമീറ്ററും 1000 തന്നെയല്ലേ? ഏതാണോ ഇതിൻ്റെ ഏത് ഡിഫറൻസിലാണോ പോകുന്നത്, ഇവിടുത്തെ ഡിഫറൻസ് 1000, ഇവിടുത്തെ ഡിഫറൻസ് 1000, ഇവിടുത്തെ ഡിഫറൻസ് 1000, അതിനെയാണ് എന്താണ് വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ ഈസിക്കലും 1000 യൂണിറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഓരോ സെൻറ്റിമീറ്റർ കൂടുമ്പോഴും 1000 കൂടി വരുന്നു. അതാണ് സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ആൻഡ് നൗ ലെറ്റ് മീ ഡ്രോ ലൈൻ ഗ്രാഫ്. ലെറ്റ് മീ ഡ്രോ ലൈൻ ഗ്രാഫ്. അപ്പം മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണ് നമ്പർ? 3000. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3000 ചൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച്, നിങ്ങൾക്ക് തെറ്റ് വരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് മൺഡേൻ്റെ നേരെ മുകളിലോട്ട് വളരെ കൃത്യമായി സ്കെയിൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ വരച്ചോളൂ, നോ പ്രോബ്ലം. സ്കെയിൽ ഉപയോഗിച്ചൊരു ലൈൻ വരയ്ക്കാം. പിന്നെ മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3000 അല്ലേ വാല്യൂ? 3000 അല്ലേ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻറ്റ്? അപ്പം മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3000 ഇങ്ങോട്ടും ഒരു വരി വരയ്ക്കുക, കറക്റ്റ് നേരെ. അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പോയിൻ്റ്, മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3000 കണക്ട് ചെയ്യുന്ന പോയിൻ്റ്. ഇനി ട്യൂസ്ഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാണ്? നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻറ്റ് 3500 ആണ്. അപ്പോൾ ട്യൂസ്ഡേൻ്റെ ഇങ്ങോട്ട് വരുന്ന കറക്റ്റ് നേരെ മുകളിലോട്ട്, ചെരിയാണ്ട് വരയ്ക്കാം. ട്യൂസ്ഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3500 ആണ്. ഇവിടെ 3000, ഇത് 4000. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും 3500. അപ്പോൾ നോക്കി ഇവിടെ നിങ്ങോട്ട് മറിക്കാം, ഈ പോയിൻ്റ് അടയാളപ്പെടുത്താം. ഇനി നിങ്ങൾ ഈ ലൈനും വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഷാർപ്പായിരിക്കണം. ഇത് വരയ്ക്കുന്നത് കറക്റ്റ് ഷാർപ്പ് പോയിൻ്റ് കിട്ടാനാണ്. ഇനി വെനസ്ഡേ എന്താണ്? 4000 ആണ്. അപ്പോൾ വെനസ്ഡേക്ക് നേരെ വരച്ചു, കറക്റ്റ് ഷാർപ്പാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. പിന്നെ 4000 നേരെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഓക്കെ. പിന്നെ തേഴ്സ്ഡേക്ക് 4500 ആണ്. ഇങ്ങനെ വരച്ചു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിൻറ്റ്സ് മൊത്തം ഇങ്ങനെ ജോയിൻ ചെയ്യാം, ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. അപ്പം ഈ കാണുന്ന ലൈനായിരിക്കും നിങ്ങളുടെ ലൈൻ ഗ്രാഫ്. അപ്പോൾ ഒരു ആൾക്ക് നിങ്ങൾ ഈ ലൈൻ ഗ്രാഫ് കാണിച്ചു കൊടുത്താൽ അയാൾക്ക് വ്യക്തമാണ് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് കൂടി വരികയാണ്. ഈ ലൈൻ അതാ കാണിക്കുന്നത്. ഇങ്ങോട്ടാണെങ്കിൽ കുറഞ്ഞു വരിക, ഇങ്ങോട്ടാണെങ്കിൽ കൂടി വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടേബിൾ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ഗ്രാഫിൽ നിന്നും, ഈ ഗ്രാഫ് കണ്ടല്ല, ഈ ഒരു വര കണ്ടാൽ അറിയാം നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇങ്ങനെ കുതിച്ച് പൊങ്ങുവാണ്, മേലോട്ട് പോകുവാണ്. അപ്പോൾ അതാണ് ഗ്രാഫിൻ്റെ ഉപയോഗം. പെട്ടെന്ന് കൺക്ലൂഷൻസ് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ലൈൻ ഗ്രാഫ്. ഇനി വേറൊരു ഗ്രാഫ് നമുക്ക് ഇതേ ടേബിളിന് തന്നെ ലൈൻ ഗ്രാഫ് വരയ്ക്കാം, വേറെ ഗ്രാഫും വരയ്ക്കാം. വേറെ അടുത്ത ഗ്രാഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് ഇതേ ടേബിളിന് തന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിൻ്റെ പേരാണ് ബാർ ഗ്രാഫ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എക്സ് ആക്സിസിൽ ഡേയ്സ് അടയാളപ്പെടുത്തി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ആൻഡ് വൈ ആക്സിസിൽ നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷം റൈറ്റ് സൈഡിൽ നേരത്തെ ഇതുപോലെ തന്നെ സ്കെയിൽ എഴുതി. എക്സ് ആക്സിസിലെ ഡേയ്സ് ആണ്, അവിടെ സ്കെയിലിൻ്റെ റോളില്ല. പക്ഷേ വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്ററിന് 1000 യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ 1000 വെച്ചാണ് കൂടി പോകുന്നത്. അതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തത്. ഇനി അടുത്ത് നോക്കാം. മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ഉണ്ട്? 3000. അപ്പോൾ മൺഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബാർ വരയ്ക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ സാധാരണ ചെയ്യാറ് ഇങ്ങനെയാണ്. മൺഡേ ഇതാണല്ലോ പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തോട്ടും ഒരു ചെറിയൊരു പോയിൻ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വളരെ വൃത്തിയായിട്ട് ഒരു ബാർ വരയ്ക്കും, സ്കെയിൽ ഉപയോഗിച്ചിട്ട്. മൺഡേക്ക് കറസ്പോണ്ടിങ് ഉള്ള ബാർ. ഇനി ട്യൂസ്ഡേൻ്റെ ഇപ്പുറം പോയിൻ്റ് അടയാളപ്പെടുത്തി. അപ്പം ട്യൂസ്ഡേക്ക് 3500 അല്ലേ? അപ്പോൾ 3500 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബാർ വരച്ചു. അടുത്തത് വെനസ്ഡേ 4000 ആണ് വരുന്നത്. വെനസ്ഡേ അപ്പോൾ വെനസ്ഡേ 4000 എന്ന് പറയും, ഇങ്ങനെ ഒരു ബാർ വന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ബാറിൻ്റെയും വിഡ്ത്ത് സെയിം ആയിരിക്കണം. ഇപ്പോൾ ഞാൻ വരച്ച ബാറുകൾ നോക്കി, ഇതിന് ഇച്ചിരി കൂടുതൽ വിഡ്ത്ത്, ഇതിന് ഇച്ചിരിയും കൂടെ കൂടുതൽ, ഇത് തീരെ കുറവ്, ഇതൊരു തടിയൻ, ഇതൊരു കുറച്ചും കൂടെ ഒരു തടിയൻ, ഇത് ഭയങ്കര മെലിഞ്ഞു പോയി. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ വരയ്ക്കുന്നത്. എല്ലാ ബാറിനും ഒരേ വിഡ്ത്ത് ആയിരിക്കണം.
അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതാണ് ബാർ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ബാർ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസ് ആ ടേബിളിനേക്കാളും സുഖമായിട്ട് മനസ്സിലായില്ലേ. നോക്കി, മൺഡേയിൽ ഇച്ചിരി ആയിരുന്നു, പക്ഷേ ട്യൂസ്ഡേ പിന്നെയും ഹൈറ്റ് കൂടി, അതായത് നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുകയാണ്, ദൈവമേ ഇത് എങ്ങോട്ടാണ് കോവിഡ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത വരും. അത് വരണം. അപ്പോൾ അതാണ് ഗ്രാഫ് കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ ഇതാണ് അതിനുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാർ ഗ്രാഫ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ നോ. സോ ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫിൽ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോവിഡെല്ലാം എടുത്തത്, ഇനി വേറൊരു ഡാറ്റ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ കോവിഡിൻ്റെ കാര്യങ്ങൾ കളക്ട് ചെയ്തു, അതിനെ ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നതിന് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, അതൊക്കെ ജസ്റ്റ് ലീവ് ചെയ്തോളൂ, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി കാര്യങ്ങൾ. So I am going to give you some another collection of data. I am presenting another collection of data in front of you. Stay with me. ഇനി അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നു. ഇത് നിങ്ങൾ നോക്കാം. ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആവാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. ആക്ടേഴ്സിൻ്റെ പേരാണ് മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്. 3 ആക്ടേഴ്സ് എടുക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്. ഓക്കെ, പൃഥ്വിരാജിൻ്റെ സ്പെല്ലിംഗ് ഒന്നും നിങ്ങൾ നോക്കണ്ട, കാരണം എന്നെ സംബന്ധിച്ച് സ്പെല്ലിംഗ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ടാവും. സോ ആക്ടേഴ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഞാൻ. ഇനി അവരുടെ മൂവീസിൻ്റെ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 10 ഞാൻ അവരുടെ ഏതെങ്കിലും ഒരു 10 മൂവീസ് എടുക്കുന്നു. അതിൽ എത്ര മൂവീസ് നല്ലപോലെ സക്സസ് ആയി ഓടി, എത്ര മൂവി ഫെയിലായി എന്നുള്ളതാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതായത് ഞാൻ അവരുടെ ഏതെങ്കിലും ഒരു 10 മൂവീസ് എടുക്കും. അതിലിപ്പോൾ ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ ഒരു 10 മൂവീസ് ഏതെങ്കിലും ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, വെറുതെ പറയുന്ന കേട്ടോ, ഞാനത് 7 മൂവീസ് സക്സസും 3 മൂവീസ് ഫെയിലുറുമായി. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുമ്പം 5 മൂവീസ്, 10 മൂവീസിൽ 5 മൂവീസേ സക്സസ് ആയിട്ടുള്ളൂ, ബാക്കി 5 ഫെയിലർ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. പൃഥ്വിരാജ് 8 മൂവീസ് സക്സസ് ആയി, 2 മൂവീസ് ഫെയിലർ ആയിട്ടുള്ളൂ. 10 മൂവീസ്, ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ ഒരു 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ മമ്മൂട്ടിൻ്റെ 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ, പൃഥ്വിരാജിൻ്റെ 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഡീറ്റെയിൽസിനെ, ഈ ഡാറ്റയെ, ഇതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, ഇതിന് എന്താണ് പറയുന്നത്? കളക്ഷൻ ഓഫ് ഡാറ്റ. ഇനി ഞാൻ ഇതിനൊന്ന് ഓർഗനൈസ് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇതിന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈ ആക്സിസും ഒരു എക്സ് ആക്സിസും കൊടുത്തു, എക്സും വൈയും കൊടുത്തു. ഞാൻ ആക്ടേഴ്സിൻ്റെ പേര് എഴുതുവാണ്. ഓക്കെ, ആക്ടേഴ്സിൻ്റെ പേര് ഇവിടെ ഞാൻ നമ്പർ ഓഫ് മൂവീസ് എന്ന് കൊടുക്കുകയാണ്. എന്താണ് നമ്പർ ഓഫ് മൂവീസ്? എനി പ്രോബ്ലം? നോ. ആക്ടേഴ്സിന് ഇനി 1 സെൻറ്റിമീറ്റർ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കാം. ഞാൻ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നു. പിന്നെ അടുത്തത് എത്ര തന്നെ ആയിരിക്കണം? അപ്പം 2 സെൻറ്റിമീറ്റർ. പിന്നെ അടുത്തത് എത്ര തന്നെ ആയിരിക്കണം? 2 സെൻറ്റിമീറ്റർ. പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, ഒരേ ലെങ്ത്ത് തന്നെ ആയിരിക്കണം കാര്യങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങളിവിടെ 2 സെൻറ്റിമീറ്റർ വെച്ചു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ എടുക്കാം. പക്ഷേ ഇവിടെ 1 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ അടുത്തതും 1 തന്നെയായിരിക്കണം. പിന്നെ അടുത്ത 1 സെൻറ്റിമീറ്റർ, അങ്ങനെ ഓരോ സെൻറ്റിമീറ്റർ ഡിഫറൻസ് തന്നെയായിരിക്കണം. നിങ്ങൾ എടുക്കുന്നത് ആദ്യത്തെ 2 ആണെങ്കിൽ ബാക്കിയെല്ലാം 2 ആയിരിക്കണം. ഇവിടെ ആദ്യത്തെ 1 ആണെങ്കിൽ ബാക്കിയെല്ലാം 1 ആയിരിക്കണം. അല്ലാണ്ട് ആദ്യത്തെ 1 പിന്നെ 2 സെൻറ്റിമീറ്റർ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ എണ്ണമാണ് എഴുതുന്നത്. അപ്പം ഇവിടെ എണ്ണം നിങ്ങൾ നോക്കി. ആക്ടേഴ്സ് ആകെ 3 പേരുള്ളൂ. ആരൊക്കെയാണ്? മോഹൻലാൽ, ദെൻ മമ്മൂട്ടി അല്ലെങ്കിൽ ലൂസിഫർ, ബിഗ് ബി, ദെൻ പൃഥ്വിരാജിനെ ഇപ്പോൾ നമുക്ക് എന്താ വിളിക്കുക അറിയില്ല. പൃഥ്വിരാജ്. 3 നായകന്മാരേ ഉള്ളൂ. നോ കൺഫ്യൂഷൻ. പക്ഷേ ഇവിടെ എണ്ണം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വെറുതെ ഇവിടെ 3, 5 ഈ എണ്ണം അതുപോലെ വെറുതെ ഇങ്ങനെ 7, 3, 2, 8 എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും? ഇല്ല. ഒരേ ഒരു ക്ലാസ്സിൽ അങ്ങനെ ഒരു പാറ്റേണിൽ പോകണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എടുക്കാൻ പോകണം, ഇങ്ങനെ എടുക്കാൻ പോകണം. ഇതാ 2, 4, 6, 8, 10, 12. അപ്പം ഈ വാല്യൂസൊക്കെ അതിൻ്റെ ഇടയിൽ വരും. എല്ലാം ഇൻ്റർവെൽ സെയിം ആണ്. ഇവിടെ 2, അടുത്തത് 2. ഇതാ ഇവിടെ ഇതിൻ്റെ ഡിഫറൻസ് എത്ര? 2. ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 2, 4 തമ്മിൽ 2. ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 4, 6 തമ്മിൽ 2. അപ്പോൾ ഒരേ ഡിഫറൻസ് വേണം. അങ്ങനെ പോകണം. 5 ആണെങ്കിൽ 10, 15, 20 അങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സ്കെയിൽ എഴുതുന്നു. റൈറ്റ് സൈഡിൽ സ്കെയിൽ എഴുതുന്നു. എക്സ് ആക്സിസിൽ നോ റോൾ ഫോർ സ്കെയിൽ ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് നെയിംസ്. ഓക്കെ, സോ ആക്ടേഴ്സിൻ്റെ നെയിമാണ്. ദെൻ വൈ ആക്സിസ് ദർ ഇസ് റോൾ ഫോർ സ്കെയിൽ ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. സോ എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എത്ര യൂണിറ്റാണ് പോയിക്കുന്നത്? 2 യൂണിറ്റ് വീതം കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മോഹൻലാലിനെ സംബന്ധിച്ച് എത്ര മൂവീസ് സക്സസ് ഉണ്ട്?
മോഹൻലാലിൻ്റെ 7 മൂവീസ് സക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 എവിടെയാണെന്ന് നോക്കി, 6ൻ്റെ 8ൻ്റെ ഇടയ്ക്കാണ്, കറക്റ്റാണ് 7 നടുക്കാണ് 7 വന്നേക്കുന്നതെന്ന് നോക്കി. മോഹൻലാൽ ഇതല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്, മോഹൻലാലിൻ്റെ പോയിൻ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മോഹൻലാലിൻ്റെ സ്കെയിൽ ഉപയോഗിച്ച് വളരെ ശ്രദ്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു ബാർ, 7 ആണല്ലോ വേണ്ടതാ, ഇങ്ങനെ ഒരു ബാർ ഇങ്ങോട്ട് വരച്ചു 7 ഹൈറ്റിൽ. അതെന്താണ്, സക്സസിൻ്റെ ബാറാണെന്ന് ചുരുക്കം. ഇനി മോഹൻലാലിന് തന്നെ എത്ര മൂവീസ് ഫെയിൽ ഉണ്ട്, 3 ഉണ്ട്. മോഹൻലാലിന് 7 മൂവീസ് സക്സസ് ആണ്, 3 മൂവീസ് ഫെയിലർ ഉണ്ട്. അപ്പോൾ സക്സസിന് ഈ ബാർ കൊണ്ടും ഫെയിലിയറിനെ തൊട്ടടുത്ത് അതിനെ ചേർത്തൊരു ബാർ ഞാൻ വരയ്ക്കുന്നു. അത് എത്രയാണ്, 3 അല്ലേ? ഇപ്പോൾ 2ൻ്റെ 4ൻ്റെ ഇടയ്ക്ക് 3 ഇതിനോട് ചേർത്ത് ഈ 2 ബാറിൻ്റെയും വിഡ്ത്ത് സെയിം ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏത് സക്സസ് ഏത് ഫെയിലിയർ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഞാനിത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു. ഇതിനെ സക്സസ് എന്നും ഇതിനെ ഫെയിലിയർ എന്നും വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ അത് ഡിനോട്ട് ചെയ്യണം. എന്തിങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തതാണ് എന്ത്, സക്സസ്. ഷെയ്ഡ് കൊടുക്കാത്തത് എന്താണ്, ഫെയിലിയർ ആണ് എന്നുള്ള രീതിയിൽ. ഇനി അടുത്തത് സിമിലർലി മമ്മൂട്ടിൻ്റെ കേസിൽ എങ്ങനെ വരയ്ക്കുക, 5 5 ആണ്. ഇതെവിടെയാണ് 5 വരിക. അപ്പം നമ്മളിങ്ങനെ വരച്ച് കറക്റ്റ് സ്കെയിൽ വെച്ച് ഷാർപ്പായിരിക്കണേ. ഞാൻ കാണിക്കുന്നവരെ ഒപ്പിച്ച് വെക്കാൻ പാടില്ല, നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അടുത്ത ഫെയിലിയറും 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സക്സസ്, ഇത് ഫെയിലിയർ. അതുപോലെ പൃഥ്വിരാജിൻ്റെ വരയ്ക്കാം. ഈ ബാറുകളുടെയൊക്കെ വിഡ്ത്ത് സെയിം ആയിരിക്കണം. ഈ ഗ്രാഫിനെ പറയുന്ന പേരാണ് ഡബിൾ ബാർ ഗ്രാഫ്. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? എളുപ്പമല്ലേ, ഡബിൾ ബാർ ഗ്രാഫ്. ഓക്കെ, സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. വാട്ട് frequency distribution table? I think this is a very new concept for you. Frequency distribution table, very important. And in order to learn that, let us analyze a collection of data. So in order to learn frequency distribution table, or in order to understand what is the meaning of frequency distribution table or how to make a frequency distribution table, let us depend upon an example. Collection of marks of 20 students in your class. കളക്ഷൻ ഓഫ് മാർക്സ് ഓഫ് 20 സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും 20 കുട്ടികളുടെ മാർക്സ് മാർക്കാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഔട്ട് ഓഫ് 20, ഒരു കുട്ടിക്ക് 2 മാർക്ക്, ഒരു കുട്ടിക്ക് 3 മാർക്ക്, ഒരു കുട്ടിക്ക് 15 മാർക്ക്, ഒരു കുട്ടിക്ക് 20 മാർക്ക്, അങ്ങനെ റാൻഡം ആയിട്ടൊരു 20 കുട്ടികളുടെ മാർക്ക് ഞാൻ ഇവിടെ എഴുതിയേക്കാണ്. 2, 3, 15, 20, 17, 20. 1 student scored 4 mark, another one 5 mark, then again 1 more student scored 5 mark, and there exist 2 students scored 4 mark. In that way I have collected 20 marks. See, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 students marks. ഓക്കെ, ഇതിനെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് മാറ്റാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലോട്ട് മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. 2 കോളം മതി. ഒന്ന് മാത്സ്, പിന്നെ 1 ടാലി. 3 കോളം വേണം. 1 മാത്സ്, 1 ടാലി, പിന്നെ ഫ്രീക്വൻസി. ഓക്കെ, വൺസ് അഗെയിൻ ഇങ്ങനെ 3 ഒരു ടേബിളാക്കി വരയ്ക്കുന്നതാണ് ഏറ്റവും സൗകര്യം. ടേബിളാക്കി വരച്ചോളൂ നിങ്ങൾ, വൃത്തി ഉണ്ടാവണേ. മാർക്ക്, ടാലി, ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കിനെ നിങ്ങൾ ഒരു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അനലൈസ് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സ്മോളർ ടു ബിഗ്ഗർ എന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും സ്മോളർ നമ്പർ ഏതാ ഇതിൽ? ഐ തിങ്ക് ഇറ്റ് ഇസ് 2. ഒരു നമ്പർ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 2 പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇവിടെ ആ ഒരു മാർക്ക് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. 2 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല, ഒറ്റ പ്രാവശ്യം എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ വേറൊരു കുട്ടിക്കും 2 ഉണ്ടല്ലോ എന്ന്. നമുക്ക് പറയാം, അതിനുള്ള ആൻസർ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളിപ്പം റിപ്പീറ്റേഷൻ എഴുതണം, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ ഏതാണ് വരുന്നത്? 3. ഓക്കെ, പിന്നെ ഏതാണ് വരുന്നത്? 4 അല്ലേ? 4. പിന്നെ ഏതാണ് വരുന്നത്? 5. പിന്നെ ഏതാണ് വരുന്നത്? അപ്പം 4, 5 ഒക്കെ ആയി. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു 15 ആണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഏതാണ് വരുന്നത്? 15 കഴിഞ്ഞാൽ പിന്നെ 17 ആണെന്ന് തോന്നുന്നു, പിന്നെ 19 ആണെന്ന് തോന്നുന്നു, പിന്നെ 20 ആണെന്ന്. ഇങ്ങനെയാണ് മാർക്കിങ് വരുന്നത്. ഓക്കെ, നമ്മളൊരു സ്മോളർ ടു ബിഗ്ഗർ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ ഒരു മാർക്ക് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അതിനുശേഷം ഇവിടെ ടാലി എന്ന കോളത്തിൽ ഈ 2 മാർക്ക് എത്ര പേർക്കുണ്ടെന്ന് നോക്കുക. 2 മാർക്ക് എത്ര പേർക്കുണ്ട്? 1, 2. പിന്നെ ആർക്കെങ്കിലും 2 മാർക്കുണ്ടോ മക്കളെ? ഇല്ല. അപ്പോൾ 2 വര. ടാലി നിങ്ങൾക്ക് അറിയാമല്ലോ, അത് എത്ര ഉണ്ട്? ഫ്രീക്വൻസി 2 പേർക്ക്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക, ഈ ഫ്രീക്വൻസി 2 എന്ന് എഴുതിയുമ്പം അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ടാലി ഇങ്ങനെ വരയ്ക്കും അതിൻ്റെ അർത്ഥം
ഈ മാർക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മളിവിടെ എഴുതുക. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ. അടുത്തത് 3 മാർക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 1 2 3, ഐ തിങ്ക് ഓൺലി 3 സ്റ്റുഡൻസ്. സോ 1 2 3 3 ടാലി. ഇവിടെ എത്ര എഴുതണം? 3 എണ്ണം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? 3 മാർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 3 കുട്ടികൾക്ക്. ഇനി 4 മാർക്ക് നോക്കാം. 1 2 3 സ്റ്റുഡൻസ്. അതായത് 3 സ്റ്റുഡൻസിനാണ് 4 മാർക്ക് കിട്ടിയേക്കുന്നത്. 3 സ്റ്റുഡൻസിന്, അതായത് 4 മാർക്ക് സ്കോർ ചെയ്ത. അപ്പം ഈ 4 മാർക്കിൻ്റെ ഫ്രീക്വൻസി 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 3 കുട്ടികൾക്ക് 4 മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി 5 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട് നോക്കിയേ നിങ്ങൾ. 1 2, ഐ തിങ്ക് ഓൺലി 2. സോ 2 2, അതായത് 5 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്. ഇനി 15 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 1 2, 1 2 റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര എളുപ്പമാണത്. 1 2 3 അല്ലേ? സോ 3 കുട്ടികൾക്ക്. ഇനി 17 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. 2. ഇനി 19 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 1 2 2 കുട്ടികൾ. ടാലി 2. ദെൻ 20 മാർക്ക് കിട്ടിയ 1 2 3 കുട്ടികൾ. 1 2 3 കുട്ടികൾ. ഇനി സപ്പോസ് ഒരു 6 കുട്ടികൾക്ക് ഒരു മാർക്ക് ഒരു ഉദാഹരണം 17 എന്ന മാർക്ക് 6 കുട്ടികൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ടാലി എങ്ങനെ മാർക്ക് ചെയ്യുന്നറിയോ? 1 2 3 4, പിന്നെ 5 മാർക്ക് അതിനെ ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് 6. ഇപ്പോൾ ഉദാഹരണത്തിന് 6 കുട്ടികൾക്കാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് 10 മാർക്ക് എന്ന് പറയുന്ന മാർക്ക് ഒരു 8 കുട്ടികൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ടാലി മാർക്ക് ചെയ്യാം? 1 2 3 4, പിന്നെ കട്ട് ചെയ്യുക 5. ഇതിങ്ങനെ വായിക്കുക 1 2 3 4, ദിസ് ഈസ് 5, ദെൻ 6 7 8. അങ്ങനെയാണ് 8 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്കിതിവിടെ വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഇത് മൊത്തം ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 20 കിട്ടണം. മൊത്തം എത്ര കുട്ടികളുടെ മാർക്കാണ് ഞാൻ എഴുതിയത്? 20. അപ്പം ഇതെന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം തന്നെയാണല്ലോ. ഇന്ന മാർക്ക് കിട്ടി ഇത്ര പേർ എന്ന് പറയുമ്പോൾ ഇത് എണ്ണം തന്നെയാണ്. ഇത് മൊത്തം ആഡ് ചെയ്യുമ്പം ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണോ എടുത്തേക്കുന്നത്, എത്ര കുട്ടികളുടെ മാർക്കുകളാണോ നമ്മൾ എടുത്തേക്കുന്നത്, ഇത് മൊത്തം ആഡ് ചെയ്താൽ അത് കിട്ടണം. അങ്ങനെയാണ് ചെക്ക് ചെയ്യുക ശരിയാണോ എന്ന്. 3 + 2 5, 5 + 3 8, 8 + 2 10, 13, then 15 17 20. So total we are getting 20, no? So this result is sharp, and this is your frequency distribution table. I think it is very clear for you, know, frequency distribution table. ഇപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പഠിച്ചു. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. എന്താണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ? ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്. ദിസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആൻഡ് ദ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ both are different. Frequency distribution table which we learned just now and grouped frequency distribution table we are going to learn, both are different. So I'm going to teach you how we can make a grouped frequency distribution table. So in order to learn grouped frequency distribution table, let us depend upon the same data which we used for making frequency distribution table. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന് ഉപയോഗിച്ച അതേ ഡാറ്റ തന്നെയാണ് ഞാൻ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പഠിപ്പിക്കാനും ഉപയോഗിക്കുന്നത്. ഇനി പ്രോബ്ലം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡാറ്റ എടുത്തില്ല. അതേ ഡാറ്റ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ചെയ്യാനും എടുക്കുന്നു. ഇനി പ്രോബ്ലം നോ. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ ഫസ്റ്റ് കോളം ഇതാണ് വരിക. ക്ലാസ്, ഓക്കെ, ടാലി, ഫ്രീക്വൻസി. എന്തൊക്കെയാണ്? ക്ലാസ്, ടാലി, ഫ്രീക്വൻസി. ടാലിയും ഫ്രീക്വൻസിയും മറ്റേതുപോലെ തന്നെ, പക്ഷേ ആദ്യത്തതിൽ പകരം നമ്മൾ എന്തെന്ന് എഴുതും? അവിടെ മാർക്കോ മറ്റോ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് നിന്നു? ക്ലാസ്. അതാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ എപ്പോഴും ആദ്യത്തെ കോളം ക്ലാസും, രണ്ടാമത്തെ കോളം ടാലിയും, മൂന്നാമത്തെ കോളം ഫ്രീക്വൻസി ആയിരിക്കും എല്ലാ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും. ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോവാണ്. ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളാം. 0 to 5, 5 to 10, then 10 to 15, then 15 to 20. അതായത് എന്തുകൊണ്ടാണ് ഞാൻ 0 to 5 തുടങ്ങി, എന്തുകൊണ്ടാണ് 15 to 20 അവസാനിപ്പിച്ചത് എന്നത് മുതലൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞുതരാം. ഇതൊരു മാർക്കാണ് അല്ലേ. ഞാൻ ഏതിൻ്റെ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഈ കാണുന്ന മാർക്കുകളുടെ. ഇതെന്താണ് ഈ കാണുന്ന സാധനം? ഔട്ട് ഓഫ് 20 പല കുട്ടികൾക്ക് കിട്ടിയ മാർക്ക്. അതുകൊണ്ട് ഞാൻ മാർക്കാവുമ്പോൾ ചിലപ്പം 0 മാർക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 0 സ്റ്റാർട്ട് ചെയ്തത്.
ഇനി 0 to 5, 5 to 10 എന്ന് പറയുമ്പം 0 മുതൽ 5 വരെ, 5 മുതൽ 10 വരെ, 10 മുതൽ 15 വരെ, 15 മുതൽ 20 വരെ. 20യിൽ അവസാനിപ്പിക്കാൻ കാരണം എന്താ? മാക്സിമം മാർക്ക് എത്ര? 20 ആണല്ലോ. കാരണം നമ്മൾ എടുക്കുന്ന ഡാറ്റ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഫോം ചെയ്യുക. ഇത് മാർക്കായതുകൊണ്ട് 0 മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകാം. ഇനിയിപ്പം അപ്പം മാർക്കായതുകൊണ്ട് 0 മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവാം എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് 0-5 മുതൽ തുടങ്ങിയത്. പിന്നെ അവസാനം എന്തായാലും അവസാനിപ്പിച്ചാൽ മതി 20യിൽ, കാരണം മാക്സിമം മാർക്ക് 20 ആണല്ലോ വരുള്ളൂ. ഇനി എന്തുകൊണ്ട് ഈ ക്ലാസ് ഞാൻ ചൂസ് ചെയ്തു? ഇത് തന്നെ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം, ഇത് ചൂസ് ചെയ്തതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണ്? 0ൻ്റെ 5ൻ്റെയും ഡിഫറൻസ് എത്ര? 5. 5ൻ്റെയും 10ൻ്റെയും ഡിഫറൻസ് എത്ര? 5. 10ൻ്റെയും 15 ഡിഫറൻസ് എത്ര? 5. 15ൻ്റെയും 20ൻ്റെയും ഡിഫറൻസ് എത്ര? 5. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഈക്വലായിരിക്കണം. 0 മുതൽ 5 വരെ ഡിഫറൻസ് 5 ആണ്. 5 മുതൽ 10 വരെ ഡിഫറൻസ് 5 ആണ്. 10 മുതൽ 15 വരെ ഡിഫറൻസ് 5 ആണ്. 15 to 20 ഡിഫറൻസ് 5 ആണ്. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് ഈക്വലായിരിക്കണം. പിന്നെ ഇവിടെ അവസാനിക്കുന്ന നമ്പറിൽ തന്നെ അടുത്തതിൽ തുടങ്ങണം. ഇവിടെ 10ലല്ല അവസാനിച്ചത്, 10ൽ തന്നെ തുടങ്ങണം. ഇവിടെ 15ലല്ല അവസാനിച്ചത്, 15ൽ തന്നെ അടുത്ത ക്ലാസ് ഇൻ്റർവൽ തുടങ്ങണം. ഇവിടെ 5ലല്ല അവസാനിച്ചത്, തൊട്ടടുത്ത ക്ലാസ് ഇൻ്റർവൽ എഴുതുമ്പോൾ 5ൽ നിന്ന് തുടങ്ങണം. ഇവിടെ 10ലല്ല അവസാനിച്ചത്, 10ൽ നിന്ന് തന്നെ അടുത്ത ക്ലാസ് ഇൻ്റർവൽ തുടങ്ങണം. അല്ലാണ്ട് ഇവിടെ 0, 5 പിന്നെ ഒരു 10, 20 അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടെ എന്തിൽ അവസാനിക്കുന്നു അത് തന്നെയായിരിക്കണം ഇതും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ ക്ലാസ് ഇൻ്റർവൽ ചൂസ് ചെയ്തത്? എനിക്ക് എന്തുകൊണ്ട് 0, 10, 10, 20 എടുക്കത്തില്ലേ? എടുക്കാം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്നറിയോ? അപ്പോൾ 2 ക്ലാസ്സല്ലേ ഉണ്ടാവുള്ളൂ. 0, 10, 10, 20. 20 ആണല്ലോ നമ്മുടെ മാക്സിമം. അപ്പോൾ 0, 10 ഒരു ക്ലാസ് ആണെങ്കിൽ 10, 20 അടുത്ത ക്ലാസ്. 20 ആണല്ലോ നമ്മുടെ മാക്സിമം മാർക്ക്. അപ്പം 2 ക്ലാസ്സിൽ നിൽക്കൂലേ? അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. 2 ക്ലാസ്സിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4 ക്ലാസ്സെങ്കിലും എല്ലാ ടേബിളിനും വേണം, എങ്കിലേ അത് വൃത്തിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരമാവധി 0, 5 ആക്കിയത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം: 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 8 to 10, then 10 to 12. അപ്പോൾ എന്താ പ്രശ്നം? ഒരുപാട് ക്ലാസ് വരും. അപ്പം ഏറ്റവും ബെസ്റ്റ് ഐഡിയ 0 to 5 ആക്കുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഈ 0, 5 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 0ൻ്റെയും 5ൻ്റെയും ഇടയിൽ എത്ര പേർക്ക് ഉള്ള മാർക്കുകൾ. 5 to 10, 5ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കുള്ള മാർക്കുകൾ. 10 to 15, 10ൻ്റെയും 15ൻ്റെയും ഇടയ്ക്കുള്ള മാർക്കുകൾ. 15 to 20, 15ൻ്റെയും 20ൻ്റെയും ഇടയ്ക്കുള്ള മാർക്ക്. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി 0 to 5 എന്ന് പറയുന്നതിൽ നോക്കുക, ഈ താഴെയുള്ള നമ്പേഴ്സൊക്കെ ഇല്ലേ, 0, 5, 10, 15, ഇതിനെ പറയുന്നതാണ് ലോവർ ലിമിറ്റ്സ്. ഇതിനെ പറയുന്നതാണ് അപ്പർ ലിമിറ്റ്സ്. ഇതിനെ പറയുന്നതൊക്കെ എന്താണ്? ലോവർ ലിമിറ്റ്സ്. ഇതിനെ പറയുന്നതൊക്കെ എന്താണ്? അപ്പർ ലിമിറ്റ്സ്. ഇനി ഇതിന് ഡിഫറൻസ് എത്ര? 5. ഇതിന് ഡിഫറൻസ് എത്ര? 5. ഇതിൻ്റെ ഡിഫറൻസ് എത്ര? 5. ആ 5നെ പറയുന്നതാണ് ക്ലാസ് ഇൻ്റർവെൽ. എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ. അപ്പം കുറച്ച് കാര്യങ്ങൾ ടേംസ് നമ്മൾ പരിചയപ്പെട്ടു. ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവെൽ. ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 5. കാരണം എന്താണ്? 5 ആണ് ഇതിൻ്റെ എല്ലാത്തിനും ഡിഫറൻസ്. ഓക്കെ, ഇനി നോക്കാം. 0 to 5 എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പർ ഏതൊക്കെയാണെന്നറിയാം നിങ്ങൾക്ക്? 0, 1, 2, 3 and 4. 5 is not included in this class interval. 5 is included in the next class interval. And in this class interval, which all the numbers are included? 5, 6, 7, 8, 9. 10 is not included in this class interval. 10 is included in the very next class interval. And which all numbers are included here? 10, 11, 12, 13 up to 14. 15 is not included here. 15 is included in the next class interval. അതായത് 0 to 5 എന്ന് എഴുതുന്നു എന്നേ ഉള്ളൂ. 5 ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. 0 മുതൽ 4 വരെയുള്ള നമ്പേഴ്സാണ് ഈ ക്ലാസ് ഇൻ്റർവെൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 5 എവിടെയാണ് സാറേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന്? 5 അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലാണ് ഇൻക്ലൂഡ് ആയത്. ഇവിടെ ഏതൊക്കെയുണ്ട്? 5 to 6, 7, 8, 9 വരെ. അപ്പോൾ 10 ഇതിലുണ്ടോ? ഇല്ല. 10 അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലിൽ, അതായത് 10, 11, 12, 13, 14 വരെ ഇതിലുണ്ട്. അപ്പം 5 എന്ന് പറയുന്ന നമ്പർ ഈ ക്ലാസ് ഇൻ്റർവെൽ അല്ല കണക്കാക്കിയേക്കുന്നത്, ഇതിലാണെന്ന് മനസ്സിലാക്കുക. 10 എന്ന് പറയുന്ന ക്ലാസ് നമ്പർ ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അല്ല ഇത് ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 കണക്കാക്കിയിട്ടില്ല, അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലാണ് കണക്കാക്കിയത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ടറി ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് ഇന്ന് എഴുതി നോക്കാം അല്ലേ. എന്താണ് 0 to 5? 0 മുതൽ 5 വരെ അല്ല, 0 മുതൽ 0, 1, 2, 3, 4 എന്ന റേഞ്ചിൽ എത്ര മാർക്കുകളുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾ 0 മുതൽ 5ൻ്റെയും 5ൻ്റെയും ഇടയ്ക്ക് എത്ര കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്തു, അതാണ് എൻ്റെ ചോദ്യം. പക്ഷേ 5 ഇതിൽ ഇൻക്ലൂഡ് ആണോ? അല്ല. ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ ഡാറ്റ. ഇതിൽ 0 ഉണ്ടോ? ഇല്ല. ഓഫ് കോഴ്സ് 0 ഇല്ല. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി 1 ഉണ്ടോ? 1 ഇല്ല. പക്ഷേ 2 ഉണ്ടോ? 2 ഉണ്ട്. ഇതാ
ഇവിടെ ഒരു 2 ഉണ്ട്. ഞാൻ ഇങ്ങനെ കറുപ്പിക്കുന്നത് തൽക്കാലം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മറ്റേത് ഓൾറെഡി റൗണ്ട് ഇട്ടല്ലോ. 2 1, പിന്നെ 2 ഇനിയുണ്ടോ 2 2 2 ഇത് 2. അപ്പം അതൊക്കെ 0ൻ്റെ 5ൻ്റെ ഇടയ്ക്ക് വരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 0ൻ്റെ 5ൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ നമ്പേഴ്സാണ് വരിക? 0 1 2 3 4 വരെ. 5 അടുത്തേലാണ് ഇൻക്ലൂഡ്. അപ്പം 5 ഇതിൽ കണക്കാക്കാൻ പാടുമോ? ഇല്ല. അപ്പോൾ 0 വരാം, 1 വരാം. അപ്പോൾ പക്ഷേ ഇതിൽ 1 0യും 1ഉം ഇല്ല. 2 ഉണ്ട്. എത്ര 2 ഉണ്ട്? 2 എണ്ണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ടാലി മാർക്ക് ചെയ്തുള്ള 2 2 ഉണ്ട്. പിന്നെ 2 എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ബാക്കി എന്താ 3 വരും അല്ലേ? 3. അപ്പോൾ 3യും എത്ര ഉണ്ട്? 2 3 ഉണ്ട്. 3 3 ഉണ്ട്. അപ്പോൾ 3 3 ഉണ്ട്. 3 3 വന്നു. പിന്നെ എന്താണ് ഇനി 4 ഉണ്ടോ? 4 4 എത്ര ഉണ്ട്? 1 2 2 4 3 4 ഉണ്ട്. 3 4 ഉണ്ട്. 3 4 3 4. ഇനി 5 ഉണ്ട്. പക്ഷേ 5 എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 അടുത്ത ക്ലാസ് ഇൻ്റർവെല്ല. 0 to 5 എന്ന് പറയുമ്പോൾ 0 to 4 മുതൽ 0 1 2 3 4 അത്രയും മാർക്ക് മാത്രമേ ടാലി ചെയ്യാൻ പാടുള്ളൂ. 5 ഇതിലില്ല, അടുത്തതിലാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ടാലി ചെയ്തതിലൊരു അബദ്ധം പറ്റിപ്പോയി. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? ഇങ്ങനെയാണോ ടാലി ചെയ്യേണ്ടത്? അല്ല. 1 2 3 4 5 6 7 8 എന്നിട്ട് ഇവിടെ 8 എഴുതുക. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു. ദെൻ 5 to 10 ഏതൊക്കെയാണ് വന്നേക്കുന്നത്? 5 പെടും, 6 പെടും, 7 പെടും, 8 പെടും, 9 വരെ. അപ്പോൾ നിങ്ങൾ നോക്കി 5 പെട്ടു കേട്ടോ. 1 2 2 5. ഇത് തന്നെ. ഇനി എന്താണ്? 6 ഉണ്ടോ ഇതിൽ? 6 ഇല്ല. 7 ഉണ്ടോ? ഇല്ല. 8 ഉണ്ടോ? ഇല്ല. 9ഉം ഇല്ല. അപ്പോൾ ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇവിടെ വന്നു. ഓക്കെ. ഇനി 10 to 15 ഇനി സപ്പോസ് ഇതിൽ 10 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല, അടുത്തതിലാണ് കൂട്ടാൻ പറ്റുന്നത്. 10 to 15 ഏതൊക്കെയാണ് വന്നത്? 10 11 12 13 14 വരെ. 10 ഉണ്ടോ? ഇല്ല. 11 ഉണ്ടോ? ഇല്ല. 12 ഉണ്ടോ? ഇല്ല. 13 ഉണ്ടോ? ഇല്ല. 14 ഉണ്ടോ? ഇല്ല. പക്ഷേ 15 ഉണ്ട്. പക്ഷേ 15 ഇതിൽ പെടുമോ? ഇല്ല. അപ്പോൾ ഇവിടെ 0 ആണ്. ഇനി 15 to 20 ഏതൊക്കെയുണ്ട്? 15 to 19 വരെ അല്ലേ? 15 to 19 1 15 പെടുമല്ലോ അതിൽ അല്ലേ? 15 ഒന്നുണ്ട്. 2 15 ഉണ്ട്. 3 15 ഉണ്ട്. അപ്പോൾ 3 ടാലി വരയ്ക്കാം എനിക്ക്. 15 ഇതിൽ പെടുമോ? ഇല്ല. ഇതിലാണ് 15 വരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി 16 17 ഓക്കെ. 17 ഉണ്ട്. 2 എണ്ണം. 17 2 എണ്ണം വന്നു. അപ്പോൾ 17 2 എണ്ണം ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1 2 3 4 കഴിഞ്ഞിട്ട് 5 ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ. 17 ഇൻക്ലൂഡഡായി. പിന്നെ 20 ആണ്. പക്ഷേ 20 ഞാൻ ഒരു കാര്യം പറഞ്ഞേ. അപ്പം 20 ഉണ്ട് ഇതിൽ. 20 ഇതിലുണ്ട്. ഓ സോറി, 19 ഉണ്ടല്ലോ അല്ലേ? 19 2 എണ്ണം ഉണ്ട്. അത് മറന്നു. 2 എണ്ണം ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ. പക്ഷേ 20 ഉണ്ട് ഇതിൽ. പക്ഷേ 20 ഇവിടെ എനിക്ക് എഴുതാൻ പറ്റുമോ? 20 ഇതിൽ ഇൻക്ലൂഡ് ആണോ? അല്ല. 20ക്ക് വേണ്ടി അടുത്തൊരു ക്ലാസ് ഇൻ്റർവൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫോം ചെയ്യേണ്ടി വരും. അത് പറയാൻ മറന്നുപോയി. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം 20 ഇതിൽ ഇൻക്ലൂഡഡ് അല്ലല്ലോ. ഈ ഇൻ്റർവെൽ ഏതൊക്കെ ഇൻക്ലൂഡഡ്? പറഞ്ഞ മക്കളെ, വേഗം പറ. 15 16 17 18 19 വരെയാണ്. 20 അടുത്ത ക്ലാസ് ഇൻ്റർവെല്ലാണ് ഇൻക്ലൂഡഡ്. അപ്പോൾ 19 വരെ ഇവിടെ പറ്റുള്ളൂ. അതായത് 5 2 7. ഇനി 20 to 25 ഏതാണ്? 20 to 25 21 22 എന്തായാലും മാർക്കുകളിലില്ല. 20 മാത്രമേ ഉള്ളൂ. 20 2 3 എണ്ണം ഉണ്ട്. 3 മാർക്ക് ചെയ്യുക. ഇവിടെ 3 എഴുതാം. ഇതാണ്. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ ചെയ്ത് നോക്കി എത്ര കിട്ടണം? മൊത്തം 20 കിട്ടില്ല. 20 കിട്ടുമെന്ന് നോക്കി. 8 2 10 17 3 20 20. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഓക്കെ. വൺസ് അഗെയിൻ ലെറ്റ് മീ റിപ്പീറ്റ് ദ സെയിം തിങ്. 0 to 5 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഉള്ളത് ഏതൊക്കെയാണ്? 0 1 2 3 4. 5 ചിലപ്പോൾ കണ്ടേക്കും. പക്ഷേ അത് ഇതിലല്ല ഇൻക്ലൂഡഡ്. അടുത്തതിലാണ്. 5 to 9 വരെ ഇതിൽ 10 to 14 വരെ ഇതിൽ, 15 to 19 വരെ ഇതിൽ, 20 to 24 വരെ ഇതിൽ. 20 ഇതിൽ കാണുമ്പോൾ ചാടിക്കയറി ഇതിൽ 20 ഇൻക്ലൂഡഡ് ആണോ? അല്ല, അടുത്തതിലാണ് 20. അതുകൊണ്ടാണ് വേറൊരു ക്ലാസ് കൂടെ ഫോം ചെയ്തത്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു നോ. So I think now it is a time to stop this session, and we have discussed very few concepts today. Not very few concepts. I think half of the chapter is already completed, and now in the next video session we will start the first exercise. In that way we will wind up the first half portion of this chapter, and then very soon, within 2 or 3 days, we will start the last half of the chapter. And by this session, by this topic, we have discussed all the concept up to the first half of the chapter, and in the next class we will discuss the first exercise. In that way we will wind up the first half of the chapter, and
Afterwards, we will start the next half. That next half is important for us than this. But these all concepts are very important. Grouped frequency distribution table. I think you understood well now. Thank you. Have a nice day. Take care. Bye.